അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു എക്സ്പീരിയൻസ് പറയാം കേട്ടോ. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യൻറ്റിൻ്റെ കാര്യമാണ്. പേഷ്യൻ്റ് എൻ്റെ അടുത്തോട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഡോക്ടറെ ഭയങ്കര ദേഷ്യമാണ്, ഈ ദേഷ്യം കുറക്കാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ദേഷ്യത്തിനേക്കാളും കൂടുതൽ ആൾ ഫസ്റ്റ് ചോദിച്ചത് എന്നോട് എന്താണ് BP എന്നുള്ളതാണ്, എന്താണ് ബ്ലഡ് പ്രഷർ. ആൾക്ക് ഈ ദേഷ്യം വരുന്ന സമയത്ത് ഈ തലവേദന നന്നായിട്ടുണ്ടാവുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ബ്ലഡ് പ്രഷർ, അപ്പോൾ ബ്ലഡ് പ്രഷർ കൂടുന്നുണ്ടോ എന്നൊക്കെ. ആദ്യം ഞാൻ ബ്ലഡ് പ്രഷറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുത്തു. എന്താ ബ്ലഡ് പ്രഷർ എന്ന് വെച്ചാൽ രക്തക്കുഴലിലൂടെ ബ്ലഡ് പോകുന്ന സമയത്ത് അതിൻ്റെ വാളുകളിൽ കൊടുക്കുന്ന പ്രഷറിനെയാണ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. അത് ഫോർ എക്സാമ്പിൾ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു പൈപ്പ്, അതായത് ഒരു PVC പൈപ്പിലൂടെ വെള്ളം താഴോട്ട് വരില്ലേ. വെള്ളം താഴോട്ട് വരുന്ന സമയത്ത് ആ വെള്ളം അതിൻ്റെ സൈഡിൽ കൊടുക്കുന്ന പ്രഷറിനെയാണ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ആ ബ്ലഡ് പ്രഷർ കൂടുക എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം ഭയങ്കര സ്പീഡിൽ വരുന്ന സമയത്ത് ഭയങ്കര പ്രശ്നമല്ലേ. ഭയങ്കര നമുക്ക് ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ. അതുപോലെ അതാണ് ബ്ലഡ് പ്രഷർ കൂടുന്ന അവസ്ഥ. അതായത് രക്തക്കുഴലിലൂടെ വളരെ സ്പീഡിൽ ബ്ലഡ് പമ്പ് ചെയ്യുന്നതാണ് ബ്ലഡ് പ്രഷർ കൂടുന്നത്. അതേപോലെ തീരെ ഭയങ്കര സ്ലോ ആയിട്ട് ബ്ലഡ് വരുന്നത്, അതായത് പൈപ്പിലൂടെ വളരെ സ്ലോ ആയിട്ട് വെള്ളം വരുന്നതും പ്രശ്നമാണ്, വളരെ സ്പീഡിൽ വെള്ളം പ്രശ്നമാണ്. അതായത് ബ്ലഡ് പ്രഷർ കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അതാണ് ബ്ലഡ് പ്രഷർ. അപ്പോൾ ബ്ലഡ് പ്രഷറിനെ കുറിച്ച് അറിയാത്തവർക്കായിട്ടുള്ളൊരു പുതിയ അറിവാണ്. എന്താണ് ബ്ലഡ് പ്രഷർ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞ ശേഷം ചോദിച്ചൊരു ചോദ്യമാണ് ഈ ദേഷ്യം എങ്ങനെ കുറക്കുക എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തത് ഒരു എക്സാമ്പിളാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ദേഷ്യം വരുന്ന സമയത്ത് പറയുന്ന വാക്കുകൾ എന്നാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ. അതായത് എന്തൊക്കെ പറഞ്ഞാൽ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ആലോചിക്കുന്നുണ്ടാവുക, അയ്യോ അതൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. അതായത് ജസ്റ്റ് ആ സമയത്തൊന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞു കൊടുത്തു. നിങ്ങൾക്ക് ഈ ദേഷ്യം വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ വിലപിടിപ്പുള്ള സാധനങ്ങൾ പൊട്ടിച്ച് കളയുക. അതായത് ഫോർ എക്സാമ്പിൾ ഒരു മ്യാവ് എന്ന മൂവിയിലൊക്കെ കണ്ടുള്ളതാണ്. ഇത് ഈ ഗ്ലാസ് പൊട്ടിക്കുന്നത്, അല്ല അതിനേക്കാളും ഒരു നഷ്ടമില്ലാത്ത രീതിയിൽ ഒരു ഭിത്തിയിൽ ഒരു ആണി കൊണ്ടുപോയിട്ട് തറക്കുന്ന സമയത്ത്, അങ്ങനെ ഓരോ പ്രാവശ്യം നമ്മൾ ഈ ദേഷ്യം വരുന്ന സമയത്ത് ഒരു ആണി കൊണ്ടുപോയി തിറക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കുക, ആ ആണി തറക്കുന്ന പോലെയാണ് നമ്മളുടെ ഓരോ വാക്കുകളും ബാക്കിയുള്ളവരുടെ ഹൃദയത്തിൽ തറക്കുന്നത്. അതായത് ഒരു പ്രാവശ്യം വന്ന് വേദനിച്ച് കഴിഞ്ഞാൽ അത് അവിടെ കിടക്കും. അതായത് ഈ ആണി ഒന്ന് പറിച്ചു നോക്കുന്ന സമയത്ത് അവിടെയൊക്കെ ഓട്ടകൾ ഉണ്ടാവുമല്ലോ. ആ ഓട്ടകളൊക്കെയാണ് ബാക്കിയുള്ളവരുടെ ഹൃദയത്തിൽ നമ്മളുണ്ടാക്കുന്ന എഫക്ട്സ്. ആ എഫക്ട്സ് അത് ഒറ്റയടിക്കൊന്നും മാഞ്ഞു പോവില്ല. അത് എന്തായാലും അവരുടെ ഹൃദയത്തിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന് ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ സംസാരം തന്നെ കൺട്രോൾ ചെയ്യുക. അതായത് ആ സമയത്ത് ദേഷ്യം വരുന്ന സമയത്തൊന്ന് നമ്മൾ കടിച്ച് പിടിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഇതേപോലെ ഒരു ആണിയൊക്കെ തറച്ചിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്ക്. നിങ്ങളുടെ ദേഷ്യം തീർച്ചയായിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഉപദേശിക്കാനേ പറ്റുള്ളൂ. അത് കൺട്രോൾ ചെയ്യേണ്ടതും നമ്മുടെ നാവിനെ കൺട്രോൾ ചെയ്യേണ്ടത് നമ്മൾ സ്വന്തമാണ്. അത് നമ്മൾ തീരുമാനിക്കണം നമ്മുടെ ദേഷ്യം കൺട്രോൾ ആവണോ വേണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ പുതിയതായിട്ടുള്ളൊരു അറിവ്. അപ്പോൾ പേഷ്യൻ്റ് പറഞ്ഞു അത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വന്നായിരുന്നു, അവർക്ക് നല്ല മാറ്റമുണ്ട്, ഡോക്ടർ പറഞ്ഞു ഭയങ്കര കാര്യമാണെന്നുള്ളത്. അപ്പോൾ അത് അവർക്ക് ഉപകാരപ്പെട്ടു, അത് നിങ്ങൾക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഓരോ കാര്യം പറയുന്നതിന് മുമ്പും ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, അത് ബാക്കിയുള്ളവർക്ക് ഹർട്ടാവുന്നുണ്ടോ, അത് വേദനിപ്പിക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ അത് പറയാതിരിക്കാൻ നോക്കുക, ഒന്ന് കൺട്രോൾ ചെയ്യാൻ നോക്കുക. അത് എല്ലാം അതായത് നമ്മളിപ്പോൾ വാക്കുകളെല്ലാം നമ്മളെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. സോ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ വാക്കുകളെ സൂക്ഷിക്കുക, നാവിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും.